പുറപ്പാട് പുസ്തകം യാത്രാഗമ പുസ്തകം 14-ാം അധ്യായം 14-ാമത് അധികാരം 21-22 വാക്യങ്ങൾ. 21-22 വസനങ്ങൾ. പുറപ്പാട് 14-21-22. യാത്രാഗമം 14-21-22 വസനങ്ങൾ. വായിക്കാം മക്കളെ. മോശ തൻ കൈ സമുദ്രത്തിന്മേൽ നീട്ടിനാൻ. മോശ കൈ സമുദ്രത്തിന്മേൽ നീട്ടി. அப்பொழுது கர்த்தர் முழுவதும் பலத்த கீழ்காற்றினால் சமுத்திரம் ஒதுங்கும்படி செய்து. പാസ്റ്റർ, അന്ന് രാത്രി മുഴുവൻ അன்றைக்கு രാം മുഴുവതും സ്വർഗ്ഗത്തിലെ ദൈവം പരലോകത്തിൻ ദേവൻ ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. ഒരു കീഴ്കാറ്റെ വീശ പണിനാർ. മോശ ചെങ്കടലിൽ വടി നീട്ടിക്കൊണ്ടൊന്നുമല്ല. മോശെ ചെങ്കടലിലെ അവർ കോலை നീട്ടിനപടിനാലല്ല. അന്ന് രാത്രി സ്വർഗ്ഗം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. അன்றைக்கு இரவுல பரலோகம் ஒரு கீழ்காற்றை வீச பண்ணினார். അടുത്ത വാക്ക്, அதை வறண்டு போக பண்ணினார். ஜலம் பிரிந்து போயிற்று. ഈ കാറ്റടിച്ചപ്പോൾ ചെങ്കടൽ പിളർന്നു. இந்த காற்றடித்த போது செங்கடல் பிளந்தது. ജനം എന്തോ ഇത് മക്കളെ, അടുത്ത വായിൽ ജനം ചെങ്കടൽ പിളർന്നു. இஸ்ரவேல் புத்திரர் சமுத்திரத்தின் நடுவாக வெட்டாந்தரையிலே நடந்து போனார்கள். ഉണങ്ങിയ നിലത്തൂടി അവർ കടന്നുപോയി. അവർ കാய்ந்த നിലത്തിലെ നടന്നു പോனார்கள். കാറ്റുകളുടെ തുടക്കം, കാറ്റുകളുടെ ആരംഭം യേശുവിന്റെ വരവിനെ കാണിക്കുന്നു. യേശുവിന്റെ വരുകയെ കാണിക്കുന്നു. മോശ വടിനീട്ടി ചെങ്കടലല്ല. മോശെ കോலை അന്ന് രാത്രി മുഴുവൻ അன்றைக்கு രാം മുഴുവതും ഹല്ലേലൂയ ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചു. ഒരു കീഴ്കാറ്റെ വീശ பண்ணி കനാനിലേക്ക് കയറാൻ, കാനാനുക്കുള്ള പ്രവേശിക്ക പഴയ നിയമത്തിന്റെ നിഴലായ, പഴയ ഏർപ്പാട്ടിൻ നിഴലാണ് ഇസ്രായേലിന് വേണ്ടി ഒരു കാറ്റടിച്ചെങ്കിൽ ഇസ്രായേലുക്കായി ഒരു കാറ്റ് വീശ பண்ணினார் என்றால், ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, இன்னைக்கு இரவுல கிருபை பெற்ற தேவ பிள்ளைகள் சொல்ல வேண்டும். ഓക്കി മേഘനോ സാഗർ ஓகி மேகனோ சாகர் புயல்கள் எல்லாம் வரும்போது, நிவார் புரேவி எல்லாம் வரும்போது നമ്മുടെ കാന്തന്റെ വരവ് സമീപമാണ്. நம்முடைய நேசருடைய வருகை சமீபமாக இருக்கிறது. അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾ പാടുന്നത്, ஆகவே தான் தேவ பிள்ளைகள் பாடுகிறார்கள், ആശിച്ച ദേശം കാണുകയാണ്, ஆசைப்பட்ட தேசத்தை காண போகிறேன், അഖിലവും നീങ്ങുകയാണ്, என்னுடைய வேதனை எல்லாம் நீங்க போகிறது. കാറ്റടിച്ചിട്ട് ചെങ്കടൽ വിഭജിച്ചെങ്കിൽ, காற்றை வீச பண்ணி செங்கடலை യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, യേശുവിന്റെ രക്തത്താൽ மீட்டுக்கொள்ளப்பட்ட தேவ பிள்ளைகள், മരണം കാണാതെ കാറ്റിനകത്ത് എടുക്കപ്പെടാൻ மரணத்தை பாராதபடி காற்றில் எடுத்துக்கொள்ளப்படக்கூடிய நேரம் வந்திருக்கிறது. അതുകൊണ്ടല്ലേ തമിഴ്നാട്ടിൽ പ്രാക്കളെ പോലെ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. ஆகவே தான் பாடுகிறோம், புறாக்களை போல ஆத்துமனேஸ்வரின் வருகையில் நான் பறந்திடுவேன். ഇന്ന് ലോകത്തിൽ സൈക്ലോൺ, ചുഴലിക്കാറ്റ്, இன்னைக்கு உலகத்துல புயல்கள் வருகிறது. പണ്ടൊരാള് സൈക്ലോണിൽ കയറി, முன்னால ஒரு ஆளு சுழலில மாட்டிக்கொண்டார். ഒറ്റ വാക്യം വായിച്ചുകൊണ്ട് നിർത്താൻ പോവാ. ஒரே வசனத்தை வாசித்து நிறுத்துகிறேன். ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ടോണം. இன்னைக்கு இரவுல நீ மனம் திரும்ப வேண்டும். ഈ കാറ്റടിക്കുന്നത്, இந்த കാറ്റ് വീசுகிறது, അഞ്ചാമതൊരു മേഘം, ஐந்தாவது ஒரு மேகம் വെളിനാട്ടിൽ പ്ലെയിൻ വരുന്നത് പോലെ, வெளிநாட்டிலிருந்து விமானம் வருகிறது போல ഇറങ്ങിയിട്ടുണ്ട്. அது ഇറങ്ങി இருக்கிறது. അതുകൊണ്ടാണ് ഇന്നത്തെ പുയൽ മുഴുവൻ അടിക്കുന്നത്. ஆகவே தான் அடிக்கடியாய் புயல்கள் வருகிறது. നീ വചനം ഗവനിച്ചോണം. இந்த வசனத்தை கவனித்துக்கொள். ചുഴലിക്കാറ്റ് എന്തിനാ? சூறாவளி காற்று எதற்கு? ശവപ്പെട്ടി കയറാതെ, ஆமென், சவப்பெட்டியில வைக்காமல், மரணம் பார்க்காமல் நாம் போக போகிறோம். പണ്ടൊരു അഭിഷേക്തൻ പോയി, முன்னால ஒரு அபிஷேகிக்கப்பட்டவர் போனார். കുഞ്ഞു വായിക്കുന്ന വചനം അണ്ടർലൈൻ ചെയ്തോണം. இந்த பிள்ளை வாசிக்கிற வசனத்தை எல்லாரும் மார்க் பண்ணி வைத்துக் கொள்ளுங்கள். രണ്ട് രാജാക്കൾ 2-ാം അധ്യായം 2வது அதிகாரம் 11-ാമത്തെ വാക്യം 11வது വസനം. ഒരുത്ത ശവപ്പെട്ടി കയറാതെ പോയി, ஒருவன் மரணத்தை பாராமல் போனான். വായിക്കാൻ പോലെ 2 രാജാക്കന്മാർ 2:11. அவர்கள் பேசிக்கொண்டு நடந்து போகையில், இதோ அக்கினி ரதமும் அக்கினி குதிரைகளும் அவர்கள் நடுவாக வந்து, അടുത്ത വാക്യം, இருவரையும் பிரித்தது. எலியா சுழல் காற்றிலே, എലിയാവ് ചുഴലിക്കാറ്റിൽ பரலோகத்துக்கு ஏறி போனான். മതി. ஆமென், ஹalleluya. സന്തോഷം ഇല്ലേ? சந்தோஷமா இருக்கிறீங்களா? எலியா എങ്ങനെ പോയി? எப்படி எடுத்துக்கொள்ளப்பட்டான்? എല്ലാരും പറയും അഗ്നിരഥ അഗ്നിയാശു അല്ല. எல்லாரும் சொல்லுகிறது போல அக்னி ரதத்துல அல்ல. അതെല്ലാം വന്നതുதான். പക്ഷേ അവൻ എടുക്കപ്പെട്ട ചുഴലിക്കാറ്റ്, ஆனால் அவன் எடுத்துக்கொள்ளப்பட்டது சுழல் காற்றிலே. ഇതാ ബൈബിൾ, இதுதான் வேதவசனம். റിലേറ്റഡ് ടു സയൻസ്. ആമേൻ, വിജ്ഞാനത്തോട് தொடர்புடையது. ഇത് അന്ത്യകാല പ്രവചനം. ഇത് കടൈസി കാല ദീർഘദർശനങ്ങൾ. ഇന്നത്തെ നിവാറെല്ലാം മാറും. ഇന്റെ നിവാറെല്ലാം മാറും. ബുറേവി മാറും. പാസ്റ്റർ, ഹല്ലേലൂയ. അന്ത്യകാലത്തെ ഒരു കാറ്റിനകത്ത്, കടൈസി നാളിലെ ഒരു കാറ്റിൽ മരണം കാണാതെ നാം പോകാം. മരണത്തെ രുചി പാരാതപടി നാം പോക പോകുறோம். ഏലിയാവ് പോയി. എലിയാ പോനാർ. യോർദാന്റെ കരയിൽ വന്നു. യോർദാൻ കരയിൽ வந்து ഏലിയാവ് എലീശയും തമ്മിൽ ഒരു അഭിഷേകം. എലിയാവിലിருந்து എലിസാവുக்கு ഒരു അഭിഷേകം. കൈമാറ്റം നടന്നു. அந்த ഒരു പകിർവ് നടന്നത്. സ്വർഗ്ഗം അവനെ കൊണ്ടുപോയി. പരലോകം അവരെ എടുത്തുകൊണ്ടത്. ഇന്ന് രാത്രി இன்னைக்கு இரவுல ഇതിലൊരു ദൂത് ഞാൻ പറയാം. இதற்குள்ள ஒரு செய்தியை சொல்கிறேன். ഗേരീത്തിലിരുന്ന ഏലിയാവ്, ഗേരീത്തിലിരുന്ന എലിയാ സരാപത്തിൽ വിധവയുടെ ഭവനത്തിൽ, സാരിബാത്ത് വിധവயின் വീട്ടിൽ സൂര്യച്ചെടിയുടെ കീഴിൽ മരണം കാണാൻ കിടക്കുന്നു. അടുത്ത് സൂര്യച്ചെടിയുടെ കീഴിൽ മരണത്തെ பார்க்க ഹോരേബ് വരെ യാത്രയ്ക്ക് ദൂതൻ തട്ടുന്നു. ഹോരേബ് വരെ യാത്ര ചെയ്യ ദൂതൻ തട്ടി വിടുகிறார். രാത്രി വചനം കേൾക്കണം. இன்னைக்கு இரவுல வசனத்தை கேளுங்க.
കേളുങ്ങൾ ദേശത്ത് മഴ പെയ്യുവാൻ ദേശത്തിലെ മഴ പെയ്യുമ്പടി മുട്ടുമടക്കി മുഴങ്കാൽ പടിയിട്ട് ബാലകനോട് പറഞ്ഞു. ആമേൻ അവർ അവരുടെ വേലക്കാരത്തിൽ சொன்னார் സമുദ്രത്തിൽ ചെല്ലാൻ പറഞ്ഞു. നീ സമുദ്രമുഖമായി പോ. ഒരു മേഘം കയറി വന്നു. ഒരു മേഘം ഏറി വന്നത് ഏലിയാവ് പറഞ്ഞു. എലിയാ சொன்னார் രാജാവിനോട് പറയാം മഴയുടെ മുടക്കമുണ്ടെന്ന്. ராஜாவிடத்தில் சொல்லு மழையின் இரைச்சல் கேட்கிறது. ഇന്ന് രാത്രി അരുമயான ഊഴിയം ചെയ്യുന്ന ദൈവമക്കളെ, இன்னைக்கு அருமையான ஊழியத்தை செய்கிற தேவ பிள்ளையே, ആഹാബ് രാജാവ് ராஜா രഥം പൂട്ടി ரதத்தை பூட்டி സ്ഥലം വിട്ടു. அவன் இடத்திலிருந்து போய்விட்டான். ഏലിയാവിനെ കേറ്റിയോ? எலியாவை அவன் ஏற்றினானா? പഴയ കഥ. பழைய கதை. സ്വർഗ്ഗ ഏലിയാവിനോട് പറഞ്ഞു, பரலோகம் எலியாவிடத்தில் சொன்னது, നീ ഭാരപ്പെടണ്ട, நீ பாரப்பட வேண்டாம். അരകട്ടി அரையை கட்டி കച്ചമുറുക്കി ஆமென் அவனுடைய கச்சையை இறுக നീ கட்டி ഓടിക്കോളാൻ പറഞ്ഞു. நீ ஓட ஆரம்பி. ഇന്ന് രാത്രി இன்றைக்கு இரவிலே IPC കാരൻ രഥം തന്നില്ലെങ്കിലും, IPC കാരൻ രഥം തരാവിട്ടാലും, കാരൻ രഥം തന്നില്ലെങ്കിലും, ഏജിൽ ഉള്ളവங்க രഥം തരാവിട്ടാലും, ഗിലെയാദ് രഥം തന്നില്ലെങ്കിലും, ഗിലെയാദ് രഥം തരാവിട്ടാലും, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവ പൈതലേ, കർത്തർക്കായി ഇറങ്ങി വന്ന ദൈവ പിള്ളയെ, അപ്പച്ച അമ്മച്ചേ, തായേ തകപ്പനെ, ലോകത്തിന്റെ രഥങ്ങൾ നിനക്ക് കിട്ടിയില്ലെങ്കിലും, ഉലകത്തിൻ രഥങ്ങൾ ഉനക്ക് കിടക്കാവിട്ടാലും, ഉയരത്തിൽ നിന്ന് നിനക്ക് വേണ്ടി രഥം ഇറക്കി തരുവാ. ഓ ഉയരത്തിലിருந்து ഉനക്ക് ഒരു രഥത്തെ ഇറക്കി തര എന്റെ ദൈവ ശക്തനാ, എൻ ദേവൻ ഉണ്മയുള്ളവർ. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വചനത്തെ പുരിந்து കൊള്ളുகிறவர்களுக்காய் ആண்டവരെ സ്തുതിக்கிறேன். അമ്മച്ചേ അപ്പച്ച, എൻ തായേ തകപ്പനെ, ഊഴിയം ചെയ്യുന്ന പാസ്റ്ററെ, ഊഴിയം ചെയ്യുന്ന ബോധകരെ, സംഘടനക്കാർ രഥം തന്നില്ലെങ്കിലും, സ്ഥാപനം രഥം തരാവിട്ടാലും, നേതൃത്വം നിനക്ക് രഥം തന്നില്ലെങ്കിലും, ഉடைய தலைமைத்துவம் உனக்கு രഥം തരാവിട്ടാലും, ഇന്നോവ കാർ നിനക്ക് കിട്ടിയില്ലെങ്കിലും, ഇന്നോവ കാർ കിടക്കാവിട്ടാലും, അന്ത്യം വരെ നീ വചനത്തിൽ മുറുകെ പിടിച്ച കടേശി വരെ നീ വചനത്തെ ഉറുതിയായി പറ്റിക്കൊണ്ട, ആഹാബിന്റെ രഥം നിനക്ക് വേണ്ട. ആഹാബിന്റെ രഥം ഉനക്ക് വേണ്ട. നിന്നെ എതിരേൽക്കാൻ സ്വർഗ്ഗത്തിന്റെ രഥങ്ങൾ ഇറങ്ങി വരാറായി. ഓ ഉനക്ക് എതിർകൊണ്ടുവര പരലോകത്തിന്റെ രഥങ്ങൾ ഇറങ്ങി വരുகிறது. എല്ലാവരും കരങ്ങളെ തട്ടി ആണ്ടവർക്ക് മഹിമ സെലുത്തുക. പാർക്കണം. കാറ്റുകളുടെ തുടക്കം യേശുവിന്റെ വരവിനെ കാണിക്കുന്നു. ഓ കാറ്റുകൾ യേശുവിൻ വരുകയെ കാണിക്കുന്നത്. ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ വന്നത് ചെങ്കടലിൽ കൂടി കടത്തിയതുപോലെ, ചെങ്കടലിൽ ഇസ്രായേൽ ജനങ്ങളെ അവന്റെ കടത്തിയതുപോലെ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, അവരുടെ രക്തത്താൽ മീട്ടുകൊള്ളപ്പെട്ട ദേവപിള്ളകൾ, മരണം കാണാതെ മരണത്തെ രുചി മാറാமல் എടുക്കപ്പെടാൻ കാലമായി, എടുക്കപ്പെടக்கூடிய നമുക്ക് നേരമാണ്. വേണ്ടി അഞ്ചാമതൊരു മേഘമിറങ്ങി. ഓ അതற்காக ஐந்தாவது ഒരു മേഘം ഇറങ്ങുகிறது. ഏലിയാവ് പോയതുപോലെ, എലിയ എടുത്തുകൊള്ളപ്പെട്ടതുപോലെ മരണം കാണാതെ നാം എടുക്കപ്പെടാറായി. ഓ മരണം പാരാமல் നാം എടുത്തുകൊള്ളപ്പെടാൻ പോകുന്നു. ഗലീല പുരുഷന്മാരെ, ഓ ഗലീലിയ മനുഷ്യരേ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ഏൻ വാനത്തെ അണ്ണാந்து பார்த்து நிற்கிறீர்கள்? ഉങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയ, പിതാവിന്റെ സന്നിധിയിൽ പോന യേശു പോയതുപോലെ எப்படி எடுத்துக்கொள்ளப்பட்டாரோ മടങ്ങി വരാൻ കാലമായി. അതേപോലെ തിരുമ്പി വര കാലമാனது. ഗിലെയാദേ, இன்னைக்கு இரவுல கீலேயாத்தே ചൂളമടി തുടങ്ങി. ஓ அந்த ധ്വനി കേൾக்கிறது. തമിഴ്നാട് മാവട്ടം വിറയ്ക്കാൻ തുടങ്ങി. தமிழ்நாடு அசைய ஆரம்பித்திருக்கிறது. കേരളം വിറയ്ക്കാൻ തുടങ്ങി. കേരളം അസൈയ ആരംഭിച്ചിരിக்கிறது. അമേരിക്ക വിറയ്ക്കാൻ തുടങ്ങി. അമേരിക്ക അതിര ആരംഭിച്ചിരിக்கிறது. കാറ്റ് ആർക്ക് പിടിച്ചു നിർത്താൻ കഴിയും? കാറ്റ് யாரால பிடிக்க முடியும்? എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ, ஆனால் இன்னைக்கு கிருபை பெற்ற தேவ பிள்ளைகள் சொல்ல வேண்டும், ഒരു രാജാവ് നീതിയോടെ വാഴും. ஒரு ராஜா நீதியோடு அரசாளுவார். അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കുക. அவருடைய பிரபுக்கள் நியாயமாய் துரைத்தனம் பண்ணுவார்கள். രാജാക്കന്മാരുടെ രാജാവായി, ராஜாக்களுக்கு ராஜாவாய் നമ്മുടെ നാഥൻ വരാറായി. நம்முடைய நாதர் வரப்போகிறார். ഇവിടെ ഇരിക്കുന്ന 95% പേര്, இங்க இருக்கிற 95% பேரும் ശവപ്പെട്ടിക്കകത്ത്, ஆமென் சபப்பெட்டிக்குள்ள മൂക്കിനകത്ത് പഞ്ഞി വെച്ച്, மூக்கில பஞ்சு வைத்து നിങ്ങൾ ഹല്ലേലൂയ സെമിത്തേരി പോകത്തില്ല. நீங்கள் கல்லறைக்கு போகிறதில்ல. അതിനു മുമ്പ് ഏലിയാവ് പോയതുപോലെ, அதற்கு முன்னாலே எலியா போனது போல, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോ ஏனோக்கு தேவனோடு சஞ்சரித்த போது അവനെ സ്വർഗ്ഗം കൊണ്ടുപോയതുപോലെ, அவனை பரலோகம் எடுத்துக்கொண்டது போல, ദേവൻ പിള്ളകളെ, தேவ பிள்ளைகளே, നീ സെമിത്തേരി പോകാ. நீ കല്ലറയ്ക്ക് പോക. ഈ തലമുറയിൽ എന്റെ കർത്താവ് വരും. ஓ இந்த தலைமுறையில இயேசு வர போகிறார். കാറ്റടിച്ചു തുടങ്ങി. காற்று வீச ஆரம்பிச்சிருக்கிறது. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? இன்னைக்கு இரவுல நீ ஆயத்தமா? അന്ത്യകാലത്തിന്റെ പ്രഭാഷണം ഞാൻ ഇവിടെ ചുരുൾ നിർത്താൻ പോകുന്നു. ஆமென். கடைசி நாட்களின் செய்தியை நான் நிறுத்த போகிறேன். ഇന്ന് രാത്രി இன்னைக்கு இரவுல വലിയ യുദ്ധങ്ങൾ നടക്കാൻ പോകുന്നു. பெரிய யுத்தங்கள் நடக்க போகிறது. ഇസ്രായേലിന്റെ വിഷയത്തിൽ இஸ்ரவேலின் காரியத்தில் രണ്ട് കാര്യങ്ങൾ പറയാം. ரெண்டு காரியத்தை சொல்லுகிறேன். യോബേൽ സംവത്സരം, യോബേൽ സംവത്സരം, யோபேல் தீர்க்கதரிசனம், യോബേൽ സംവത്സരം, ഇസ്രായേലിനോടുള്ള 70 ആഴ്ചവട്ടം. இஸ்ரவேலுக்கு சொல்லப்பட்ட அந்த 70 வார கட்டங்கள். യേശു എന്താ പറഞ്ഞേ? യേശു என்ன சொன்னார்? അത്തി തളർത്തു, அத்தி துளிர் விட்டிருக்கிறது. ഇന്നലെ ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു. நேற்று அதை பற்றி ஒன்று சொன்னேன். ഇന്ന് രാത്രി ஆமென். இன்னைக்கு இரவுல അറബ് രാജ്യങ്ങൾ, அரபி நாடுகள், അബ്രഹാമിന്റെ അക്കോഡ്, അബ്രഹാമിന്റെ ഉടമ്പടി, ஆமென், ஆபிரகாமின் உடன்படிக்கை. പാസ്റ്റർ
അബ്രഹാമിന് ஆபிரகாமுக்கு കെതൂറയിൽ கேத்துராளில் ഉണ്ടാക്കിയ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. அவன் கேத்துராள் என்ற ஒரு மனைவியும் இருந்தாள். അവൾക്ക് 5-6 മക്കളുണ്ടായിരുന്നു. அவளுக்கு சில பிள்ளைகள் உண்டு. അത് ഉൽപ്പത്തി 25. அது ஆதியாகமம் 25. സൗദി അറേബ്യ, ദുബായ്ക്കാരൻ, ഖത്തറിൽ உள்ளவன், குவைத்துக்காரன், பஹ்ரைன், மஸ்கட். ഇത് ഇവന്റെ പേരാ GCC. ஆமென். இவங்களுடைய பேர் தான் GCC. ഇന്ന് 2 പേര് പ്രൈസ് ലോർഡ് കൊടുത്തു. இன்னைக்கு 2 பேர் பிரைஸ் லார்ட் கொடுத்தாங்க. അബുദാബിക്കാരൻ പ്രൈസ് ലോർഡ് കൊടുത്തു. அபுதாபிக்காரன் பிரைஸ் லார்ட் சொல்லி இருக்கிறான். UAE അബുദാബി കരാർ. ஆமென். UAE அபுதாபியின் கரார் ஒப்பிட்டிருக்கிறது. பஹ்ரைனும் சைன் போட்டிருக்கிறது. അബ്രഹാം ഉടമ്പടി. ஆபிரகாமின் உடன்படிக்கை. The accord of Abraham. ஆமென். அக்கார்ட் ஆஃப் ஆபிரகாம் என்று. Covenant of Abraham. ஆபிரகாமின் உடன்படிக்கை. അബ്രഹാമിന്റെ മക്കൾ ഒരുമിക്കുക. ஆபிரகாமுடைய பிள்ளைகள் சேருகிறார்கள். തീർന്നില്ല. அதோட முடியவில்லை. ഇന്ന് രാത്രി இன்னைக்கு இரவுல ഒരു കാലത്ത് ஒரு நாள்ல ദുബായ് പോയിട്ടുള്ളവർക്ക് അറിയാം. துபாய்க்கு போனவங்களுக்கு தெரியும். യഹൂദൻ എന്ന് പറഞ്ഞാൽ അവന്റെ പേര് അവന്മാർ വെട്ടും. யூதன் சொன்னாலே அவனுடைய பெயரை வெட்டி விடுவாங்க. തീർന്നില്ല. முடியவில்லை. യഹൂദന്റെ ഒരു പ്രൊഡക്റ്റ് അവിടെ വരാൻ പറ്റത്തില്ല. யூதனுடைய ஒரு பொருளும் அங்க வர முடியாது. ഇന്ന് ദുബായിലുള്ള ചെറുപ്പക്കാരനോട് പറഞ്ഞു, துபாயிலுள்ள வாலிபர்கள் പാസ്റ്റർ നിങ്ങൾ 8 കൊല്ലം മുമ്പ് പറഞ്ഞത് ഞങ്ങൾ കേട്ടു. பாஸ்டர் நீங்க 8 வருஷத்துக்கு முன்னால சொன்னதை கேட்டோம். അത്തി തളർത്തു കൊമ്പിളതായി. ஆமென். அத்தி துளிர் விட்டு இருக்கிறது. ദുബായ് സൂപ്പർ മാർക്കറ്റിൽ, துபாய் சூப்பர் மார்க்கெட்டுகளில் യഹൂദന്റെ ആപ്പിൾ, யூதனுடைய ஆப்பிள், വെള്ളക്കൊടി, ஆமென், வெள்ளை கொடியில், ഓറഞ്ച്, ஆமென், ஆரஞ்சு, പാൽപ്പൊടി, பால் பவுடர், യേശു പറഞ്ഞ പ്രവചനം നിവർത്തി. இயேசு சொன்ன தீர்க்கதரிசனம் நிறைவேறுகிறது. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. அத்தியை பார்த்து ஒரு காரியத்தை கற்றுக்கொள்ளுங்கள். യഹൂദൻ ദാ വളർന്നു കഴിഞ്ഞു. யூதன் இதோ வளர்ந்திருக்கிறான். ഇന്ന് രാത്രി இன்றைக்கு இரவில നിങ്ങൾ പറഞ്ഞ പാസ്റ്റർ കള്ളം പറയുമെന്ന് വിചാരിക്കും. நீங்க ஒருவேளை நான் பொய் சொல்கிறேன் என்று நினைக்கலாம். ദാണ്ടെ ഇസ്രായേലിൽ നിന്ന് இஸ்ரவேலிலிருந்து അബുദാബിയിലേക്ക് വിമാനം. അബുദാബിക്ക് വിമാനം വിടുகிறாங்க. ആദ്യത്തെ വിമാനത്തിൽ ആര്? അവൻ முதல் വിമാനത്തിൽ யார்? ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി, இஸ்ரவேலுடைய வெளியுறவுத்துறை அமைச்சர், ട്രംപിന്റെ മരുമകൻ ജാരേദ് കുഷ്നർ. அவன் ட்ரம்பினுடைய மருமகன் ஏறி இருக்கிறார். ഇവരെല്ലാം സൗദി അറേബ്യയുടെ മേളിൽ കൂടെ, இவர்கள் எல்லாம் சவுதி அரேபியாவுக்கு மேலாக ഒരു വിമാനത്തിൽ, ஒரே விமானத்தில் അബുദാബിയിൽ വന്നിറങ്ങി. അബുദാബിയിൽ வந்து ഇറങ്ങി இருக்கிறாங்க. ട്രംപ് എല്ലാം ശരിയാക്കി കൊടുത്തു. ട്രംപ് എല്ലാവற்றையும் ஒழுங்குபடுத்தினார். ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, இன்றைக்கு என்னை கவனிக்கிற தேவ பிள்ளையே, പ്രവചനങ്ങളെല്ലാം നിവർത്തിയായി. தீர்க்க தரிசனங்கள் நிறைவேறி இருக்கிறது. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? இன்றைக்கு நீ ஆயத்தமா இருக்கிறாயோ? അത്തി തളിർത്തു. அத்தி துளிர் விட்டு இருக்கிறது. യഹൂദനെ അംഗീകരിച്ചു തുടങ്ങി. யூதனை ஏற்றுக்கொண்டிருக்கிறார்கள். ഇന്ന് രാത്രി இன்றைக்கு இரவில കന്യാകുമാരി മാവട്ടത്തോട് ഞാൻ പറയുന്നു, கன்னியாகுமரி மாவட்டத்தை பார்த்து சொல்லுகிறேன். അടുത്ത 2 വർഷത്തിനകം அடுத்த 2 ஆண்டுகளுக்குள்ள ഇന്ത്യയുടെ പണമിടപാട് മുഴുവൻ നിയന്ത്രിക്കുന്ന യഹൂദന്റെ എക്സ്ചേഞ്ച് ആയിരിക്കും. இந்தியாவுடைய பண சம்பந்தமான காரியங்களை யூதனுடைய எக்ஸ்சேஞ்ச் கட்டுப்படுத்தும். തീരാൻ പോവാ. முடிய போகிறது. ദൈവത്തിന്റെ പ്രവചനത്തിന്റെ നിവർത്തി. கர்த்தருடைய தீர்க்க தரிசனத்தின் நிறைவேறுதல். നീ ഒരുങ്ങിയിട്ടുണ്ടോ? இன்றைக்கு நீ ஆயத்தமோ? ഇന്ന് രാത്രി ഡൽഹി കത്തിക്കൊണ്ടിരിക്കുക. ഡൽഹി പറ്റി എരിந்து കൊണ്ടിരിக்கிறது. ജനം ഇളകുമെന്ന് ബൈബിളിലുണ്ടോ? ജനം അസൈகிறார்கள் എന്ന് വേദത്തിൽ ഉണ്ടോ? ഹഗ്ഗായിയുടെ പ്രവചനം. ഹഗ്ഗായിയുടെ ദീർഘദർശനം. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഇനി கொஞ்சம் താണ്ടുമ്പോൾ ഞാൻ ആകാശത്തെ ഇളക്കും. ഞാൻ വാനത്തിൻ സത്വങ്ങളെ അസൈ பண்ணுவேன். ഭൂമിയെ ഇളക്കും. ഭൂമിയെ അസൈ பண்ணுவேன். ഇനി സമുദ്രത്തെ ഇളക്ക്. സമുദ്രത്തെ അസൈ பண்ணுவேன். കടലിനെ ഇളക്ക്. കടലെ അസൈ பண்ணுவேன். കരയെ ഇളക്ക്. കരയെ അസൈ பண்ணுவேன். സകല ജാതികളെയും ഞാൻ ഇളക്കും. എല്ലാ ജാതികളെയും ഞാൻ അസൈ பண்ணுவேன். സകല ജാതികളുടെയും എല്ലാ ജാതികളുടെയും മനോഹര വസ്തു, ആമേൻ, അഴகான ഒരു പൊരുൾ വരും. അത് വരപ്പോகிறது. ഡൽഹി ഇളകിയത് കണ്ടില്ലേ? ഡൽഹി അസൈந்தது பாத்தீங்களே? മിസ്റ്റർ മോഡിക്ക് ഉറക്കമില്ല. മോഡിക്ക് ഇപ്പോ തൂക്കമില്ല. അമിത്ഷായ്ക്ക് ഉറക്കമില്ല. അമിത്ഷാവുക്കും തൂക്കമില്ല. ലക്ഷങ്ങൾ ജനം ഇളകി കഴിഞ്ഞു. ലക്ഷങ്ങൾ എളുമ്പ ആരംഭിച്ചു. എല്ലാ പ്രവചനവും കണ്ട തലമുറയാ. എല്ലാ ദീർഘദർശനത്തെ കണ്ട തലമുറ. സകല ജാതികളുടെയും സകല ജാതികളുടെയും മനോഹര വസ്തു വിരുമ്പപ്പെടത്തക്കവർ വെളിപ്പെടാൻ കാലമായി. അവർ വെളിപ്പെട കാലം വന്നിരിക്കുന്നു. യേശുക്രിസ്തു പെന്തക്കോസ്തിന്റെ ദൈവം, യേശുക്രിസ്തു പെന്തക്കോസ്തിൻ ദൈവം, CSI ദൈവം, அல்லது CSI ദൈവം, മാർത്തോമാ ദൈവം, அல்லது മാർത്തോമാവിൻ ദൈവം, ആരും ദൈവമല്ല. അവർ യാർക്കും அப்படி തനിപ്പെട്ട ദൈവമല്ല. അവന്റെ കൈകൊണ്ട്, അവരെ ഏറ്റുകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അവരുടെ നാമത്തിൽ വിശ്വാസമായിരിക്കുന്ന ഏവർക്കും യവനുക്കും ദൈവമക്കളാകുവാൻ ദേവപിള്ളകളാകുമ്പടി അധികാരം കൊടുത്തു. അവർ അധികാരം കൊടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്നേക്ക് இரவுல നീ ആയത്തമോ? ബ്രദർ, ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? സഹോദരനെ, നീ ഇന്നേക്ക് രക്ഷിക്കപ്പെട്ടിരിക്കായോ? നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? നീ മനം തിരുമ്പി ഇരിക്കായോ? നീ ജ്ഞാനസ്നാനം ഏറ്റെടുത്തിട്ടുണ്ടോ? നീ ജ്ഞാനസ്നാനം പെറ്റി ഇരിക്കായോ? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെറ്റി ഇരിക്കായോ? തിരുമേശയിൽ പങ്കാളിയാണോ? കർത്തരുടെ പന്തിയിലെ പങ്കെടുക്കായോ? നീ കൂട്ടായ്മ ആചരിച്ചിട്ടുണ്ടോ? നീ ഐക്യത്തെ കടപിടിക്കായോ? വിശുദ്ധ ജീവിതം നയിക്കുന്നു. പരിശുദ്ധ வாழ்க்கை വാഴുகிறாയോ? നീ ഭയപ്പെടണ്ട. அப்படியானால் நீ பயப்பட வேண்டாம். നീ കൈവിടപ്പെട്ടു പോകത്തില്ല. നീ കൈവിടപ്പെട്ടു പോവതില്ല. യേശു വരാൻ കാലമായി. യേശു വര കാലം വന്നിരിക്കുന്നത്. ഇന്നത്തെ 2 പത്രവാർത്ത പറഞ്ഞ് നിർത്താം. ഇന്ത്യയുടെ 2 ചെയ്തിത്താൾ ന്യൂസ് ചൊല്ലി നിർത്തുകയാണ്. 2020 അമേരിക്ക ഈരാനുடைய ഏറ്റവും വലിയ നേതാവ്, മികപ്പെരിയ തലവരായിരിക്കുന്ന കസിം സുലൈമാനിയെ ആളില്ലാത്ത ഡ്രോൺ വിമാനം, അവൻ ആളില്ലാ വിമാനത്തിൻ മൂലമായി അടിച്ചു കൊന്ന് അവൻ കൊല ചെയ്തത് ഈ കോവിഡ് കാലത്ത് இந்த கோவிட்
கோவிட் நாட்களில் ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞൻ ஆமென் ஈரானுடைய அந்த விஞ்ஞானியாயிருந்த ஒருவர் മൊഹസിൻ ഫക്രിസാദ ஆமென் ஃபக்ரிஷாதா என்று சொல்லக்கூடியவர் അവനെ ഇസ്രയേൽ அவனை இஸ்ரவேல் എങ്ങനെ കൊന്നേന്നറിയാമോ எப்படி കൊலை ചെയ്தாங்க தெரியுமா ട്രാഫിക്കിൽ ഒരു കാർ കിടന്നു டிராபிக்ல ஒரு கார் இருந்தது ഒരു കാന്തം കാറെ തൊട്ടു ഒരു പെണ്ണ് ஒரு காந்தத்தை கொண்டு ஒரு பெண் காரை தொட்டாள் ഒരുത്തരും ഇത് അറിഞ്ഞില്ല யாரும் இதுக்கு தெரியும் யாருக்கும் தெரியாது ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല அவன் அமெரிக்கா போனதில்ல ഞാൻ അമേരിക്കയിൽ நான் പോയിട്ടില്ല அமெரிக்கா போனதில்ல അമേരിക്കയിലുള്ള സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു அமெரிக்காவில் உள்ள சகோதரர்கள் சொன்னார்கள் ഇന്ത്യയിൽ വിട്ടില്ല CNN വിട്ട് കാണിച്ചു CNN அதை போட்டு காண்பித்தது ഒരു ലേഡി ഒരു ബൈക്കിനകത്ത് വന്ന് ഒരു കാന്ത കാറി വെച്ചു ஒரு லேடி ஒரு பைக்ல வந்து ஒரு காந்தத்தை வைத்தாள் മേളിൽ ഒരു ബിൽഡിങ്ങിനകത്ത് மேல ஒரு கட்டடத்துல നമ്മ ടെലികാസ്റ്റ് പോകുന്നത് പോലെ நம்ம டெலிகாஸ்ட் போகிறது போல ആരും അറിഞ്ഞില്ല யாரும் அறியவில்லை സെക്കൻഡ് കൊണ്ട് കാർ പൊട്ടിത്തെറിച്ചു நொடிகளுக்குள்ள கார் வெடிக்க ஆரம்பித்தது ആരാ செய்தது யாரு ഇസ്രയേൽ இஸ்ரவேல் അതുകൊണ്ടാ ஆகவே தான் ഈറ്റുനോവിന്റെ ആരംഭം அவன் வேதனைகளுக்கு ஆரம்பம் ഇന്ന് രാത്രി இன்னைக்கு இரவில ഇറാൻ പറഞ്ഞിരിക്കുന്നു ഇസ്രയേലിനെ ശരിയാക്കുമെന്ന് அவன் ஈரான் சொல்லுகிறது இஸ்ரவேலுக்கு பாடம் கற்பிப்போம் யுத்தங்களையும் யுத்தங்களையும் യുദ്ധശ്രുതികളെയും കുറിച്ച് யுத்தங்களின் செய்திகளையும் നിങ്ങൾ കേൾക്കും நீங்கள் கேள்விப்படுவீர்கள் ചഞ്ചലപ്പെട്ടു പോകരുത് ஆனாலும் கலங்க வேண்டாம் അവസാനമായിരിക്കുന്നു அவன் முடிவு வந்திருக்கிறது ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അരുമயான ദൈവമക്കളെ என்னை கவனிக்கிற அருமையான தேவ பிள்ளைகளே ഒരു സ്ഥലത്ത് അബ്രഹാമിന്റെ മക്കൾ ഒരുമിക്കുമ്പോൾ ஒரு பக்கத்துல ஆபிரகாமின் பிள்ளைகள் சேரும்போது ഇറാനും சீரியா ஈரான் തുർക്കി ലെബനോൻ இவர்கள் எல்லாம் ഇസ്രയേലിനെ അടിക്കാൻ പോകുന്നു இஸ்ரவேலுக்கு எதிராக எழும்புகிறார்கள் അന്ത്യകാല പ്രവചനം கடைசி நாட்களின் தீர்க்க தரிசனம் ബാക്കി കളിക്കാവളയിൽ എപ്പോഴെങ്കിലും പറയാം ബാക്കി ഭാഗം കളിക്കാവളയിൽ എപ്പോഴെങ്കിലും പറയാം ஆமென் மீதி பகுதிகளை களியக்காவலில் எப்போவாது சொல்லுகிறேன் ഇതൊരു പ്രവചനത്തിന്റെ നിവർത്തി இது ഒരു தீர்க்க தரிசனத்தின் நிறைவேறுதல் ഇറാൻ എഴുന്നേറ്റ് കഴിഞ്ഞു ஈரான் எழும்பி இருக்கிறது തുർക്കി എഴുന്നേറ്റു தொய்பர் தோகன் துருக்கியிலிருந்து எழும்பி இருக்கிறார் സിറിയക്കാരൻ എഴുന്നേറ്റു சிரியாக்காரன் எழும்பி இருக்கிறார் ലെബനോൻകാരൻ എഴുന്നേറ്റു லெபனான்காரன் எழும்பி இருக்கிறார் ഇറാന്റെ ചുറ്റുമുള്ള പലരും ഇസ്രയേലിനെതിരെ എഴുന്നേറ്റു ஈரானுக்கு சுற்றி இருக்கிற பலரும் இஸ்ரவேலுக்கு எதிராக எழும்பி இருக்கிறார்கள் സക്കറിയ പ്രവചനം വായിക്കണ്ട சகரியா தீர்க்க தரிசனம் வாசிக்க வேண்டாம் 12-ാം അധ്യായം 12வது அதிகாரம் 3-ാമത്തെ വാക്യം 3வது வசனம் അന്നാളിലെ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമമായ ആമേൻ പരിഭ്രമമായ அவர்களுக்கு அதிர பண்ணத்தக்கதாய் ഒരു കല്ലാക്കി വെക്ക് ஒரு கல்லை இடறுகிறதற்கு സകല ജാതികളും എല്ലാ ജാതികളും അതിനെതിരെ அதற்கெதிராய் വിരോധമായി കൂടി வருவார்கள் അതിനെ തൊടുന്നവർ அதை தொடுகிறவர் കഠിനമായി മുറിവേൽക്കപ്പെടും அவன் வல்லமையாய் காயப்படுவான் സംഭവങ്ങൾ കണ്ണുകൊണ്ട് കണ്ട തലമുറ സംഭവങ്ങൾ നമ്മുടെ തലമുறை കണ്ണുകളാൽ பார்க்கிறது ஈரான் ஜாதி സിറിയ ഇറാഖ് അപ്പുറത്ത് കയറിയ ലെബനോൻ അവൻ പക്കത്തിലെ ലെബനോൻ തുർക്കി എല്ലാം எழும்பி இருக்கிறது ஈரான் പറയുന്ന അടി കൊടുക്കും ஈரான் சொல்லுகிறது நாங்கள் தாக்குதல் நடத்துவோம் ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട് ஒரு யுத்தத்திற்கு வாய்ப்புண்டு എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ஆனால் இன்றைக்கு கிருபை பெற்ற தேவ பிள்ளைகள் சொல்ல வேண்டும் നിർത്താൻ പോവാ நிறுத்த போகிறேன் ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധം തുടങ്ങും இந்தியா பாகிஸ்தானுக்கு நடுவில் ஒரு யுத்தம் வரும் വാഗ അതിർത്തി ஆமென் வான எல்கையில் വാഗ അതിർത്തി വാഗ ബോർഡറിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നാൾ രണ്ട് കൺസുലേറ്റിനുடைய ജോലിക്കാരെ അവർ പരസ്പരം കൈമാറും വേലക്കാരர்களை அவர்கள் മാറി മാറി ഒപ്പ് കൊടുപ്പാர்கள் പാകിസ്ഥാൻ കോൺസുലേറ്റുകാരെ അങ്ങോട്ട് വിട്ടു കൊടുക്കും പാകിസ്ഥാൻ കൺസുലേറ്റുകാരെ അങ്ങേ കൊടുപ്പാங்க ഇവിടെ നിന്ന് ഇന്ത്യൻ കോൺസുലേറ്റുകാരെ ഇങ്ങോട്ട് മേടിക്കും ഇങ്ങുള്ള ഇന്ത്യൻ കൺസുലേറ്റുകാരെ ഇങ്ങേ അനുപ്പി എടുപ്പാர்கள் അംബാസഡർമാരെ കൈമാറ്റം ചെയ്യും தூதுவர்களை മാറ്റി എടുപ്പാர்கள் അങ്ങനെയെങ്കിൽ அப்படியானால் ഇവിടെ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇങ്ങേ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് വാഗ അതിർത്തിയിൽ ഒരു കൈമാറ്റം നടക്കുന്നത് പോലെ വാഗ ബോർഡറിൽ ഒരു കൈമാറ്റം നടക്കുന്നത് പോലെ ഇവിടുന്ന് ഒരു കൈമാറ്റം നടക്കുക ഇങ്ങിരുന്ന് ഒരു കൈമാറ്റം നടക്കും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കമാൻഡർ അംബാസഡർമാരെ ചേർക്കുവാൻ നാഥൻ വരാറായി യേശുവിന്റെ രക്തത്താൽ മീட்கப்பட்ட സ്ഥാനാധിപതികളെ ചേർക്ക അവർ வரப்போகிறார் ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഇന്നേക്ക് இரவில் ഒരു മുறை കൂടി മറ്റൊരുത്തനിലും രക്ഷയില്ല വേറെ ഒരുവനാലും രക്ഷിപ്പില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ രക്ഷിക്കപ്പെടുവதற்கு വാനത്തിൻ കീഴെ ആ ഭൂമിയുടെ മുകളിൽ ഭൂമിക്ക് മേലെ അല്ല വെള്ളത്തിന് കീഴെ ആമേൻ മനുഷ്യർക്ക് ഇടയിൽ ഒന്നുമില്ല വേറെ ഒന്നുമില്ല യേശുവിന്റെ നാമം മാത്രം യേശുവിൻ നാമം மட்டும் ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ ഇന്നേക്ക് இரவில் നീ ആയത്തമാ ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം ഇതുവേ ഉനക്ക് നല്ല ഒരു നാൾകൾ ഇതാകുന്ന രക്ഷാദിവസം ഇതുവേ ഉനക്ക് രക്ഷണീയ നാൾ കന്യാകുമാരിയിൽ നിന്ന് വന്ന ട്രെയിനിന്റെ വിസിൽ പോലെ ആമേൻ കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുகிற ഒരു ട്രെയിനുடைய വിസിൽ പോലെ ഇന്ന് രാത്രി വിസിലടി തുടങ്ങി കഴിഞ്ഞു ഇന്നേക്ക് ഒരു ധ്വനിയെ അടിക്കാൻ രാത്രി എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു എല്ലാവറ്റുക്കും முடிவு സമീപമായിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവര് ആകയാൽ ജപത്തിലെ ഉറുതിയായി തരിത്തിരിപ്പവர்கள் ഇന്ന് രാത്രി നീ ഒരുങ്ങിക്കൊള്ളുക നീ ആയത്തമുള്ളവர்களாയി മാറ് ഈ വചനം இந்த வசனம் ലോക രാജ്യങ്ങളിൽ
കേൾക്കുമ്പോൾ உலக ராஜ்யங்கள்ல கேட்கும்போது ഞങ്ങൾ ഒരു മതത്തിനോ സംഘടനയ്ക്കോ എതിരല്ല. நாங்கள் ஒரு மதத்திற்கோ ஒரு ஸ்தாபனத்திற்கோ எதிரல்ல. ഈ കറുത്ത പുസ്തകത്തിൽ இந்த வேத புத்தகத்தில் കൊറോണയെ പറ്റി, ஆமென், கொரோனாவை பற்றி, ലോക്ക്ഡൌണിനെ പറ്റി, லாக்டவுனை பற்றி, ക്വാറന്റൈനെ പറ്റി, குவாரண்டைனை பற்றி, തീർന്നില്ല യഹൂദൻ മടങ്ങി വരുമെന്ന്, யூதனும் திரும்பி வருவான் என்று, ഒലിവുമല ഒരുങ്ങുമെന്ന്, ஒலிவமலை ஆயத்தமாகும் என்று, അത്തി തളർക്കുമെന്ന്, அத்தி துளிர்விடும் என்று കണ്ട അപ്പച്ച അമ്മച്ചി, ஆமென், அந்த சம்பவங்களை பார்த்த தாயே தகப்பனே, സഹോദര സഹോദരി, சகோதரனே சகோதரியே, ശവപ്പെട്ടി കയറാതെ மரணத்தை ருசி பாராமல் നിങ്ങളുടെ പേര് പരിപ്പോടെ ആരും തിന്നത്തില്ല. உங்க பேர்ல உங்க அடக்கத்துக்கு பருப்பு உடையும் டீ யாரும் குடிக்கிறது இல்ல. ഓ ശവപ്പെട്ടി കയറാതെ നാം പോകാറായി. ஆமென், பெட்டிக்குள்ள ஏறாமலே நாம் போக போகிறோம். ഏലിയാവ് പോയതുപോലെ, எலியா போனது போல, ഹാനോക്ക് പോയതുപോലെ, ஏனோக்கு போனது போல, ഈ വർഷം തന്നെ എത്ര ചുഴലി ഇന്ത്യയിൽ അടിക്കുമ്പോൾ, இந்த வருஷத்திலே எத்தனை புயல் காற்று அடிக்கும் போது അകം തിളയ്ക്കുന്ന ദൈവമക്കൾ പറയണം, உள்ளம் கொதிக்கிற தேவ பிள்ளைகள் சொல்ல வேண்டும், ഇപ്പോൾ ഞങ്ങൾ അംശമായി കാണുന്നു, இப்பொழுது நாங்கள் நிழலாய் பார்க்கிறோம், ഇപ്പോൾ നമ്മൾ അംശമായി இப்பொழுது പ്രവചിക്കുന്നു. நாங்கள் நிழலாய் தீர்க்கதரிசனம் உரைக்கிறோம். പൂർണ്ണമായത് വരുമ്പോ, நிறைவானது வரும்போது അംശമായത് ஓ, നീങ്ങിപ്പോകും. குறைவானது ஒழிந்து போகும். കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തെ ஓ, സ്തുതിക്കാം. எல்லாரும் കരങ്ങളെ തട്ടി കർത്തരെ മഹിമപ്പെടുത്തலாம். ആരും കരമുയർത്തണ്ട. யாரும் கரம் உயர்த்த வேண்டாம். ഇന്ന് രാത്രി സത്യവചനം കേട്ട് இன்னைக்கு இரவுல சத்திய வசனத்தை கேட்டு യോഗത്തിന്റെ അവസാന സാർ പ്രാർത്ഥിക്കും. அவன் கூட்டத்தின் கடைசியில பாஸ்டர் നീ ஜெபிப்பார்கள். വെളിനാട്ടിലിരുന്നാലും, நீ வெளிநாட்டுல இருந்தாலும், இந்த பக்கத்திலிരുന്നാലും, அல்ல பக்கத்துல இருந்தாலும், മൊബൈലിൽ ടിവി பார்த்தாലും, அல்லது மொபைல்லயோ டிவிலயோ பார்த்து கொண்டிருந்தாலும், കൊട്ടാരമായാലും, ஆமென், அரண்மனையானாலும் മരണം വരും മക്കളെ. மரணம் வரும். കോട്ടയ്ക്കകത്തും கோட்டைக்குள்ளேயோ മൃത്യു വരും. ஆமென், மரணம் வரும். ഒരുവൻ ധനവാനായി തീർന്നാലും, ஒருவன் ஐஸ்வர்யவானா இருந்தாலும், അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും, அவனுடைய வீட்டின் மகிமை பெருகினாலும், മരണത്തോടുകൂടി மரணத்தோடு கூட നീ എന്ത് കൊണ്ടുപോകും? நீ மரிக்கும் போது என்ன கொண்டு போவாய்? സഹോദര, சகோதரனே, സഹോദരി, சகோதரியே, ഇന്ന് മരിച്ചാൽ இன்றைக்கு நீ மரித்தால் നിന്റെ നിത്യത എവിടെ? உன்னுடைய நித்திய ஜீவனை நீ எங்கே கழிப்பாய்? അയ്യോ, 6 അടി മണ്ണിൽ ஐயோ, 6 அடி மண்ணுக்குள்ள നിന്റെ രൂപം ആഞ്ഞു പതിക്കും. உன்னுடைய ரூபம் அழிந்து போகும். ഇന്നത്തെ കൊറോണ മരിച്ച ആര് പോലുമില്ല. அவன் இன்னைக்கு கொரோனால எல்லாம் மரித்தால் அது கூட கிடையாது. JCB നിന്നെ മണ്ണിട്ട് മൂടുന്ന കാലം, ஜேசிபி வைத்து மண் போட்டு மூடுகிற காலம். മടങ്ങി വാ திரும்பி வா ബ്രദർ സിസ്റ്റർ, சகோதரனே சகோதரியே, അപ്പച്ച അമ്മച്ചി. அவன் தாயே தகப்பனே, ഇന്ന് രാത്രി സത്യവചനം കേട്ട് இன்றைக்கு இரவுல சத்திய வசனத்தை கேட்டு കൽവറിയുടെ കൊലക്കളത്തിലേക്ക് മടങ്ങി വന്ന് கல்வாரி சிலுவைக்கு பக்கத்துல கடந்து வந்து യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. இயேசுவை கர்த்தரும் இரட்சகருமாய் ஏற்றுக்கொள். നിന്റെ കുടുംബം അനുഗ്രഹിക്കാൻ പോകുന്നു. அப்படியானால் உன்னுடைய குடும்பம் ஆசீர்வதிக்கப்படும். പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിലേക്ക് ഇറങ്ങട്ടെ. பரிசுத்தாவினுடைய கிருபை நம்ம மேல இறங்கட்டும். കൊയർ മുന്നോട്ട് വന്നാട്ടെ. கொயர் முன்னால கடந்து வரட்டும். ഇനി ഒരു ജനറൽ കൺവെൻഷൻ അടുത്ത വർഷമേ കർത്താവ് അനുവദിച്ചാൽ കാണും. ஆமென். இனி ஒரு ஜெனரல் கன்வென்ஷன் கர்த்தர் அனுமதித்தால் மட்டுமே அடுத்த வருஷம் ഇന്ന് உண்டு. രാത്രി അവസാനത്തെ വർഷിപ്പാ. இன்னைக்கு கடைசி ஒரு ஆராதனை. പിതാക്കന്മാർ പാറശാല പാടി, பிதாக்கள் பாரசாலையில எல்லாம் பாடினாங்க, കന്യാകുമാരി പാടി, கன்னியாகுமரியில பாடினாங்க, മാർത്താണ്ഡത്ത് പാടി, மார்த்தாண்டத்துல பாடினாங்க. അരുമயான പാടൽ. நல்ல பாடல்கள். വീശുക ഈ തോട്ടത്തിനുള്ളിൽ. ஆமென். அந்த வீச வேண்டுமே இந்த தோட்டம். எல்லா தேவ பிள்ளைகளும் ഇന്ന് രാത്രി இன்றைக்கு இரவிலே ഈ ആരാധന നടക്കുമ്പോൾ, இந்த ஆராதனை நடக்கும்போது, ഇന്ന് രാത്രി இன்றைக்கு இரவிலே നിങ്ങൾ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. நீங்கள் கரம் தட்டி கர்த்தரை துதிக்க வேண்டும். അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുക. அற்புத வியாதியிலிருந்து விடுதலை உண்மை உங்கள் மேல இன்னைக்கு ഇന്ന് வெளிப்படும். രാത്രി നിന്റെ കരത്തിന്റെ വല്ലഭത്തിന് കഴിയും. இன்றைக்கு அந்த உன்னுடைய கரத்தின் வல்லமையா கர்த்தர் தம்முடைய கரத்தை ഇവിടെ செய்வார். ആരാധന വെളിപ്പെട്ടിട്ടുണ്ടോ? எங்கே ஆராதனை வெளிப்பட்டிருக்கிறதோ അവിടെ വിടുതൽ വന്നിട്ടുണ്ട്. அங்கே விடுதலை வந்திருக்கிறது. എവിടെ ആരാധന വെളിപ്പെട്ടിട്ടുണ്ടോ? எங்கே ஆராதனை வெளிப்பட்டிருக்கிறதோ അവിടെ സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും. அங்கே சாத்தானின் கோட்டைகள் தகர்ந்து விழும். മകനെ മകളെ, மகனே மகளே, എരിഹോയ്ക്ക് ചുറ്റും വന്ന് எரிகோவுக்கு சுற்றிலும் வந்து 6 ദിവസം 6 நாட்கள் അവർ പ്രാർത്ഥിച്ചിട്ട് പോയി. அவர்கள் செபித்து விட்டு போனார்கள். 7-ാം നാൾ 7வது നാளிலே അവർ ആർപ്പിടാൻ തുടങ്ങി. அவர்கள் ஆர்ப்பரிக்க ஆரம்பித்தார்கள். മതില് മാത്രമല്ല, ஆமென். கோட்டை மட்டுமல்ல, അടിസ്ഥാനവും. அஸ்திபாரமும். നീ ഇന്ന് രാത്രി ഒന്ന് ആരാധിച്ചാൽ, ஆமென், அஸ்திபாரம் வரைக்கும் போனது போல இன்னைக்கு ராத்திரி நீ ஆராதிக்கும் போது അൺസീൻഡായിട്ട് നിന്റെ കുടുംബത്തെ തകർക്കുന്ന, ஆமென், காண முடியாத விதத்தில் உன்னுடைய குடும்பத்தை பாழப்படுத்துகிற, ഭാവിയെ തകർക്കുന്ന, எதிர்காலத்தை உடைக்கிற, വിവാഹ ജീവിതത്തെ തകർക്കുന്ന, ஆமென், திருமண வாழ்க்கையை தகர்க்கிற, സമ്പത്തിന് വേണ്ടി, சம்பத்திற்காக വരുമാനങ്ങളെ തകർക്കുന്ന, வருமானங்களை உடைக்கிற ദുഷ്ടന്റെ കെട്ടുകൾ துஷ்டனுடைய கட்டுகள் ഇന്ന് രാത്രി இன்றைக்கு இரவிலே അഴിഞ്ഞു വീഴുന്ന രാത്രി. சார் பார்த்தாங்க. അവര് വിചാരിച്ച വൈകിട്ട് എങ്ങനെ പ്രസംഗിക്കുമെന്ന്. அவங்க கூட நினைத்தாங்க சாயங்காலத்துல எப்படி பிரசங்கம் பண்றது.
சொல்லுகிறது എന്നാൽ എനിക്കൊന്നറിയാം, ஆனால் எனக்கு ஒன்று தெரியும், എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം என்னை பலப்படுத்துகிற கிறிஸ்துவினால் ഞാൻ സകലത്തിനും ஓ മതിയാകും. நான் எல்லாவற்றையும் செய்ய எனக்கு பலன் உண்டு. രോഗക്കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറ്. வியாதியின் கட்டுகள் இன்னைக்கு இரவில் அறுந்து மாறும். ശാപക്കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറ്. சாப கட்டுகள் இன்னைக்கு இரவில் அழிந்து மாறும். നിന്റെ ശരീരത്തിലുള്ള ട്യൂമറുകൾ ഇന്ന് രാത്രി സെക്കൻഡ് കൊണ്ട് അപ്രത്യക്ഷമാകും. இந்த சரீரத்தில் உள்ள கட்டிகள் இன்னைக்கு நொடிகளுக்குள்ள அறுந்து மாறும். വിശ്വസിച്ചാൽ விசுவசித்தால் നീ ദൈവത്തിന്റെ മഹത്വം കാണും. நீ தேவனுடைய மகிமையை എല്ലാ காண்பாய். കരങ്ങളും അടിച്ച് எல்லாரும் கரங்களை தட்டி കൊയറിനോട് ചേർന്ന് கொயரோடு சேர்ந்து എഴുന്നേറ്റ് വീശുക ഈ തോട്ടത്തിനുള്ളിൽ. விசுகை தோட்டத்தினுള്ളിൽ ശാലേം രാജൻ വരുന്നൊരു തുണികൾ. ஆமென். சாலேம் ராஜன் வருகிற துணிகள். എല്ലാ കരങ്ങളും എഴുന്നേറ്റോട്ടെ. எல்லா இருக்கிற இடங்கள் எழுமே நின்று ഗിലെയാദ് ഉണരട്ടെ. ഗിലെയാദ് எழும்பட்டும். ഗിലെയാദിലെ നല്ല വൈദ്യൻ വന്നിട്ടുണ്ട്. ഗിലെയാദിൽ ഒരു നല്ല വൈദ്യൻ വന്നിരിக்கிறார். ഇന്ന് രാത്രി എല്ലാ കരങ്ങളും അടച്ച് ഇന്നേക്ക് இரவில் കരം തട്ടി ആരാധിച്ചു. കണ്ണുകളെ അടച്ച് കണ്ണുകളെ മൂടി ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിച്ചിട്ട് ആവിൽ നിറപ്പി ഇന്ന് ആരാധിക്കുന്നു. രാത്രി വിടുതലിന്റെ രാത്രി, ഇന്നേക്ക് இரவு விடுதலையின் ராத்திரி, പുറപ്പാടിൻ രാത്രി, പുറപ്പാടിൻ രാത്രി, ഒരു യാത്രயின் രാവുത്, അഭിഷേകത്തിന്റെ രാത്രി, അഭിഷേകത്തിന്റെ ഒരു രാത്രി, അഭിഷേകത്തിൻ രാത്രി, കെട്ടുകളെ പൊട്ടിക്കുന്ന രാത്രി, കട്ടുകൾ അറുന്നു മാറുന്ന രാത്രി. കരങ്ങളെ അടിച്ചുകൊണ്ട് എല്ലാവരും കരങ്ങളെ തട്ടി ശക്തിയോടെ സോദര നീ ഒരുങ്ങിയിടുക, ലോകം വെറുത്തിടുക, വേഗം ക്ഷമിച്ചിടുക, വാനിൽ പറന്നും. എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ വല്ലമയായി എല്ലാ ദൈവപിള്ളകളും വീശുക, വീശുക ഈ തോട്ടത്തിനുള്ളിൽ വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകരുവാൻ, ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ശക്തിയോടെ ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ജാനക ബൗഡമനാഥന വന്ദൽ കമന ദേശമെങ്കും മുഴങ്ങിടുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം സത്യസഭ വെളിപ്പെടുന്നു. ശക്തിയോടെ അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. തെളിയിച്ചു കൊള്ളുക എന്ന പാത്രം കവിഞ്ഞിടട്ടെ. വട്ടികൾ തെളിയിച്ചു കൊള്ളുക എന്ന പാത്രവും കവിഞ്ഞിടട്ടെ. ശോഭയുള്ള കൂട്ടരോടുത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന ശക്തിയോടെ ശക്തിയോടെ ോടുത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന കരങ്ങളും അടിച്ച് അല്പസമയത്തിന് രാത്രി ദൈവത്തെ ദേശമെന്നും ഒഴുകിടുന്നു. ക്രിസ്തു വീരരുണർന്നു ശോഭിപ്പാൻ, ശക്തിയാ ഒരു വേല ചെയ്യുവാൻ. ക്രിസ്തു വീരരുണർന്നു ശോഭിപ്പാൻ, ശക്തിയാ ഒരു വേല ചെയ്യുവാൻ. കഷ്ടതം ഇടിച്ചു കളക, സ്നേഹത്താലൊന്നിക്ക, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ.